ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദാണ്ടെ ഫസ്റ്റ് തന്നെ മാഗി കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളത് കേട്ടോ, ഇന്ന് മാഗി കുക്ക് ചെയ്യുന്ന വീഡിയോ ആണെന്നുള്ളത്. ഞാൻ ഒരു 7 മണി തൊട്ട് 9 മണി വരെ കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. ഞാൻ കിച്ചണിലോട്ട് വന്ന ടൈമിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു കഴുകാൻ കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെല്ലാം വെച്ചായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മാഗി കുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നേ. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ കട്ടിംഗ് ബോർഡൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് മാഗിക്കകത്ത് ചേർക്കാൻ വേണ്ടി ഞാനൊരു 3 സവാളയും 1 ക്യാരറ്റും 1 പച്ചമുളകും എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാവേ. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിതിനകത്ത് 3 സവാള എടുത്തല്ലോ, നമുക്ക് 2 സവാളയുടെ ആവശ്യമുള്ളായിരുന്നു കേട്ടോ. ഉള്ളി അരിഞ്ഞു വന്നപ്പോൾ ഇച്ചിരി തോനെയുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ 1 സവാള അങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിനി അത് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ഫസ്റ്റ് ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഈ സവാളയും ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണമല്ലോ. അങ്ങനെ നമ്മുടെ സവാളയുടെ പരിപാടിയൊക്കെ തീരാറായി കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഒരു ശകലം ഉപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് മാഗി കുക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് മാഗിയൊക്കെ ഇട്ട് അതൊന്ന് പാകത്തിന് കുക്കാക്കി എടുക്കുന്നുണ്ടായിരുന്നേ. നമുക്കതിനകത്തൊരു മസാലപ്പൊടി കിട്ടുമല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വാട്ടി വെച്ചേക്കുന്ന ഉള്ളിക്കകത്തോട്ട് ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ മാഗിക്കകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണേ. പിന്നെ നമ്മൾ കുക്കാക്കി വെച്ചേക്കുന്ന മാഗി ഇതിനകത്തോട്ടിട്ട് അതൊന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാഗിയുടെ പരിപാടി കഴിഞ്ഞ്. ഇത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. കാരണം കുഞ്ഞു പിള്ളേർക്ക് പോലും മാഗി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാവേ. പിന്നെ എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആക്കിയതാണേ. പിന്നെ ഞാനത് എല്ലാം ഒന്ന് വിളമ്പിയും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രാത്രിയിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാഗിയെല്ലാം ഞങ്ങൾ കഴിക്കുന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ട്രൈപോഡ് ഇവൻ കിടന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പുതിയതൊരെണ്ണം വാങ്ങിച്ചതായിരുന്നേ. ഇവൻ ഒരെണ്ണം നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെറുതായിട്ട് അതൊന്ന് തല്ലി പൊട്ടിച്ചായിരുന്നു. അതിനടുത്തൊന്ന് അടിച്ചതാണ്, പക്ഷെ അതങ്ങ് പൊട്ടിപ്പോയി. അതിനിപ്പോൾ ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചതായിരുന്നേ. അങ്ങനെ നമ്മുടെ മാഗിയുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാഗിയൊക്കെ കഴിച്ച്, പക്ഷേ അത് കുറച്ച് എരിവ് കൂടിപ്പോയായിരുന്നു കേട്ടോ. ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളായിരുന്നു. ആ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ മാഗി ട്രൈ ചെയ്യുന്ന ടൈമിൽ എരിവ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ, പച്ചമുളക് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒരു 7 മണി തൊട്ട് ഒരു 9 മണി വരെ ഞാൻ കിച്ചണിനകത്ത് നിന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് 745 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് 1K എത്തിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം എൻ്റെ കൂടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കേട്ടോ. പിന്നെ ഒന്നുമില്ല, നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ഇനി പുതിയ ഏതെങ്കിലും ഒരു കണ്ടന്റും കാര്യങ്ങളും ആയിട്ട് വരാം കേട്ടോ. അതുവരെ ബൈ.